ഹലോ ഫ്രണ്ട്സ്, എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും കോമ്പറ്റീറ്റീവ് ക്രാക്കറിലേക്ക് സ്വാഗതം. ഞാൻ രാഖിൽ RS. പ്രിയ ഉദ്യോഗാർത്ഥികളെ, നിങ്ങൾക്കെല്ലാം അറിയാം, ഡിഗ്രി ലെവലിന്റെ വളരെ പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷനുകൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു കേരള PSC. കമ്പനി ബോർഡ് അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ തന്നെ നമുക്ക് കൂടുതൽ ഈ ഒരു നോട്ടിഫിക്കേഷൻ കൂടി പ്രതീക്ഷിക്കും. ഏത് തന്നെയാണ്? യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് 2025. യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പരീക്ഷ നമുക്കറിയാം 2022 അവസാനം നോട്ടിഫിക്കേഷൻ വന്നത്. അതിനുശേഷം ഇപ്പോൾ നടക്കാൻ പോകുന്നു. കാരണം നിലവിലുള്ള റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി 2027 ആദ്യ മാസത്തിൽ അവസാനിക്കുകയാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും പുതിയ നോട്ടിഫിക്കേഷൻ ഉടനെ പ്രഖ്യാപിക്കുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും ഒരു ഡിഗ്രി ലെവൽ ജോലി അഭിമാനപൂർവ്വം സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങൾക്ക് ഒരു സുവർണാവസരമാണ്. യൂണിവേഴ്സിറ്റി, കേരളത്തിലെ പ്രമുഖ യൂണിവേഴ്സിറ്റികളിൽ അസിസ്റ്റന്റായി ജോലിയിൽ പ്രവേശിക്കാം. അപ്പോൾ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പരീക്ഷയെ സംബന്ധിച്ച വിശദമായിട്ടുള്ള സിലബസ് അടക്കമുള്ള കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഇത് സ്കിപ്പ് ചെയ്യാതെ കാണുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. ഉദ്യോഗാർത്ഥികളെ, നമുക്കറിയാം കേരളത്തിലെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികളിൽ അസിസ്റ്റന്റ് ആകാൻ ആഗ്രഹിക്കുന്നവർക്കുള്ള സുവർണാവസരമാണ് നമ്മുടെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പരീക്ഷ. തീർച്ചയായിട്ടും കേരളത്തിലെ കേരള യൂണിവേഴ്സിറ്റി, കാലിക്കറ്റ്, MG കണ്ണൂർ, കൊച്ചിൻ യൂണിവേഴ്സിറ്റികളിലെല്ലാം തന്നെ അസിസ്റ്റന്റ് പദവിയിലേക്ക് നമുക്ക് നിയമനം കിട്ടാവുന്ന ഒരു പദവിയാണ്. ഡിഗ്രി ലെവൽ വളരെ പ്രധാനപ്പെട്ട ഒരു പരീക്ഷയാണ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പരീക്ഷ. കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിലാണ് നിയമനം കിട്ടുക. കേരള PSCയുടെ ഈ ഒരു പരീക്ഷ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് അവസാനമായി എന്നാണ് വിജ്ഞാപനം പുറപ്പെടുവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2022-23 നോട്ടിഫിക്കേഷൻ വന്നു. 23 പരീക്ഷ നടന്നു. കാറ്റഗറി നമ്പർ നോട്ട് ചെയ്യണം. നിങ്ങൾക്ക് ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ വർക്കൗട്ട് ചെയ്യാം. 486/2022 കാറ്റഗറിയിലാണ് ഈ പരീക്ഷ നടന്നത്. പ്രിലിമിനറി പരീക്ഷ നടന്നു. അതിനുശേഷം പല ഘട്ടങ്ങളിലായി 2023 ഏപ്രിൽ മെയ് മാസങ്ങളിൽ മെയിൻ പരീക്ഷകളും വിവിധ ഘട്ടങ്ങളിലായിട്ട് പിന്നെ പ്രിലിമിനറി പരീക്ഷകളും നടന്നു. അതിനുശേഷം മെയിൻ പരീക്ഷയും നടന്നു. അപ്പോൾ 2 ഘട്ടങ്ങളാണ് ആസ് യൂഷ്വൽ. നമുക്കറിയാം കോമൺ പ്രിലിമിനറി പരീക്ഷയാണ് ഇതിനും ഉള്ളത്. നമുക്ക് അതിന്റെ സിലബസിലേക്ക് വരുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമായി പറയാം. അപ്പോൾ എന്താണെങ്കിലും അവസാനം പരീക്ഷ നടന്നത് 2023 എന്ന കാര്യം ഓർത്തിരിക്കണം. 22 നോട്ടിഫിക്കേഷൻ വന്നു, 23 പരീക്ഷ നടന്നു. അപ്പോൾ 23, 24, 25 ഇതാ ഇപ്പോൾ ഡിസംബറിൽ നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കുന്നു നമ്മൾ ഈ ഒരു യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, അല്ലേ? നോക്കുക ഉദ്യോഗാർത്ഥികളെ, പ്രിലിമിനറി പരീക്ഷയ്ക്ക് ശേഷം മെയിൻ പരീക്ഷയുണ്ട്. പ്രിലിമിനറി പരീക്ഷ പാസ്സായവർക്ക് വേണ്ടിയിട്ടാണ് മെയിൻ പരീക്ഷ. തീയതി 2023 ഓഗസ്റ്റ് 25 മെയിൻ പരീക്ഷ നടന്നത്. യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിനെ ഓർത്തിരിക്കുക. അതുപോലെ തന്നെ റാങ്ക് ലിസ്റ്റ് 2024 മാർച്ച് 11 പബ്ലിഷ് ചെയ്തിരുന്നു. അതുപോലെ ഈ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി നമുക്കറിയാം. സാധാരണ ഈ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പോലെയുള്ള പരീക്ഷകളുടെയൊക്കെ കാലാവധി അല്ലെങ്കിൽ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 വർഷമാണ് സാധാരണ കാലാവധി. ഇവിടെ ഈ 3 വർഷം. അതുകൊണ്ട് തന്നെ 2027 മാക്സിമം മാർച്ച് വരെയാണ് ഇതിന്റെ റാങ്ക് ലിസ്റ്റ് കാലാവധി. അതുകൊണ്ട് തന്നെ ഈ കാലാവധി അവസാനിക്കുന്നതിന് മുൻപ് അടുത്ത പരീക്ഷ നടത്തണ്ടേ? അതുകൊണ്ടാണ് പറഞ്ഞത് നമ്മൾ പുതിയ യൂണിവേഴ്സിറ്റി പരീക്ഷ 2025 നമ്മൾ ഈ ഒരു ഡിസംബർ മാസത്തിൽ നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കുന്നു. 2026 പരീക്ഷ നടക്കും, അല്ലെ? പരീക്ഷ 2026 നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്നത്. കാരണം എന്തുകൊണ്ടാണ്? നിലവിലുള്ള റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി അവസാനിക്കുന്ന കാരണത്താൽ നമുക്ക് ഉറപ്പിക്കാൻ പറ്റും ഈ ഒരു പരീക്ഷ. അപ്പൊ നിങ്ങൾ ഡിഗ്രി ലെവലിന്റെ ഒരു നല്ല ഒരു മികച്ച ജോലി, എന്നാൽ സ്ഥിരമായ യൂണിവേഴ്സിറ്റികളിൽ നിയമനം കിട്ടുന്ന ഒരു ജോലി, ആ ജോലി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തുടങ്ങുക പഠനം. നിങ്ങളെ കോമ്പറ്റീറ്റീവ് ക്രാക്കർ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പരീക്ഷയെ മാത്രം അടിസ്ഥാനമാക്കിയ ഒരു സ്പെഷ്യൽ ബാച്ച് ഇവിടെ ആരംഭിക്കുന്നുണ്ട്. നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തുകൊണ്ടോ താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ടോ നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭ്യമാകും, അല്ലേ? നമുക്കിനി ബാക്കി ഭാഗത്തേക്ക് പോകാം. ഉദ്യോഗാർത്ഥികളെ നോക്കുക. നിയമന രീതി നമുക്കറിയാം. ഈ പരീക്ഷയുടെ നിയമനം ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് തന്നെയാണ്, നേരിട്ടുള്ള നിയമനം തന്നെയാണ്. നമുക്കറിയാം വിജ്ഞാപനം പ്രതീക്ഷിക്കാവുന്നത് 2025 നവംബർ ഡിസംബർ മാസത്തിൽ നമ്മൾ പറഞ്ഞു. പ്രതീക്ഷിക്കാവുന്ന എക്സാം ഡേറ്റ് എന്നായിരിക്കും വെച്ചാൽ 2026 ജൂൺ ഓഗസ്റ്റ് തീയതികൾ, ജൂൺ മാസം മുതൽ. കാരണം നമുക്കറിയാം ഈ ജനുവരി ഫെബ്രുവരിയിൽ എന്തായാലും പരീക്ഷ നടക്കില്ല. കാരണം വന്നു കഴിഞ്ഞു, പരീക്ഷാ കലണ്ടറൊക്കെ ഏതാണ്ട് വന്നു കഴിഞ്ഞു. മാർച്ച് ഏപ്രിലൊക്കെ വേനലവധിക്കാലമാണ്. പിന്നെ അടുത്തത് മെയ് ജൂണൊക്കെ ഇലക്ഷൻ പെരുമാറ്റച്ചട്ടമൊക്കെ വരുന്ന സമയമാണ്. അതുകൊണ്ട് എന്തുകൊണ്ടായാലും നിങ്ങൾക്ക് എങ്ങനെ പോയാലും ഒരു 4 മുതൽ 5 മാസം വരെ പഠിക്കാൻ മാത്രം കിട്ടും. ഒരു സുവർണ അവസരം. ഇതുവരെ ഒന്നും പഠിച്ചിട്ടില്ല,
ഇതുവരെ ലിസ്റ്റിൽ ഇടം നേടാൻ കഴിഞ്ഞിട്ടില്ല, പഠനം ആരംഭിച്ചിട്ടില്ല, സിലബസ് അറിയില്ല, ഇങ്ങനെയുള്ള മുഴുവൻ ആളുകൾക്കും, ഡിഗ്രി പാസ്സായ മുഴുവൻ വ്യക്തികൾക്കും ഈ പരീക്ഷ എഴുതാം. അഭിമാനപൂർവ്വം നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റായി മാറാൻ കഴിയും. സമയമുണ്ടെന്നാണ് നമ്മൾ ഈ ഡേറ്റ് പഠിച്ചത്. 2026 ഏതാണ്ട് മധ്യഭാഗത്തോടു കൂടി നമുക്ക് ഈ ഒരു എക്സാം പ്രതീക്ഷിക്കാവുന്നതാണ്. മനസ്സിലാവുന്നുണ്ടോ? ഇനി യോഗ്യത എന്താണെന്ന് അറിയാമല്ലോ. അംഗീകൃത യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള ഏതെങ്കിലും വിഷയത്തിലുള്ള ബിരുദമാണ്, അല്ലേ? അല്ലെങ്കിൽ ഇക്വലൻസി, തത്തുല്യ യോഗ്യതയാണ് ഇതിൻ്റെ യോഗ്യതയായിട്ട് പറയുക. അപ്പോൾ ഈ 7 ഡിഗ്രി ഏതെങ്കിലും ഒരു ബിരുദം ഉള്ള മുഴുവൻ ആളുകൾക്കും ഈ പരീക്ഷ എഴുതാൻ പറ്റും, അല്ലേ? പ്രായപരിധി നമുക്കറിയാം എത്രയാണ്? 18 വയസ്സ് മുതൽ 36 വയസ്സ്. ജനറൽ കാറ്റഗറി പൊതുവിഭാഗക്കാർക്കാണ്. അതായത് മറ്റ് സംവരണ വിഭാഗങ്ങൾക്ക് PSC മുന്നോട്ട് വയ്ക്കുന്ന കോമൺ ആയിട്ടുള്ള ഏജ് റിലാക്സേഷൻ ഇതിനുണ്ട്. പൊതുവിൽ 18 മുതൽ 36 വയസ്സ് വരെയുള്ള മുഴുവൻ ആളുകൾക്കും ഈ പരീക്ഷ എഴുതാൻ കഴിയും. ഏതാണ്? യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പരീക്ഷ. മനസ്സിലാവുന്നുണ്ടോ? അത് ഓർത്തിരിക്കുക. ഇനി നമുക്ക് സിലബസിലേക്ക് പോകാം. വിശദമായ സിലബസ്. ഉദ്യോഗാർത്ഥികളെ, ഇവിടെ ഈ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നു പറഞ്ഞപ്പോൾ തന്നെ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ പറയുന്ന ഒരു ഡൗട്ടാണ്, മെയിൻ പരീക്ഷ എങ്ങനെയാണ്? 2 ഘട്ടമാണോ? സെക്രട്ടറിയേറ്റ് ടെസ്റ്റിന്റെ മെയിൻ പോലെയാണോ ഇത് നടക്കാൻ പോകുന്നത്? 100 മാർക്ക് 200 മാർക്കിനാണോ പരീക്ഷ? സ്പെഷ്യൽ ടോപ്പിക് ഉണ്ടോ? ഞാൻ പറയുന്നത് ഉദ്യോഗാർത്ഥികളെ, ആദ്യം പ്രിലിമിനറി പരീക്ഷ പാസ്സാകണം. പാസ്സായാൽ മാത്രമേ നിങ്ങൾക്ക് മെയിൻ പരീക്ഷ എഴുതാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ മുന്നിലുള്ള ഇപ്പോഴുള്ള ഏക ഒരു പരീക്ഷ ഏതാണ്? പ്രിലിമിനറി മാത്രം. മെയിൻ പരീക്ഷയെക്കുറിച്ച് ഇപ്പോൾ ഓർക്കുക പോലും വേണ്ട. പ്രിലിമിനറി പരീക്ഷയൊക്കെ നിങ്ങൾ എഴുതി ഒരു നിശ്ചിത കട്ട് ഓഫിലേക്ക് എത്തിയതിന് ശേഷം മാത്രമാണ് നമ്മൾ മെയിൻ പരീക്ഷയെക്കുറിച്ചുള്ള ഡിസ്കഷൻ പോലും ആരംഭിക്കേണ്ടത്. മനസ്സിലാവുന്നുണ്ട്? അതുകൊണ്ട് തന്നെ പ്രിലിമിനറി പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള സിലബസ് നിങ്ങൾ മനസ്സിലാക്കണം ആദ്യം. പ്രിലിമിനറി പരീക്ഷ കഴിഞ്ഞിട്ടാണ് മെയിൻ പരീക്ഷ. ഇപ്പോഴേ മെയിൻ പരീക്ഷയുടെ ടോപ്പിക് എന്താണ്? എത്ര മാർക്കിനാണ്? അത് 2 ഘട്ടങ്ങളിലായിട്ടാണോ? സ്പെഷ്യൽ ടോപ്പിക് ഉണ്ടോ? ഇങ്ങനെയുള്ള ആവലാതികളൊക്കെ ഒഴിവാക്കുക. നമുക്കാദ്യം പ്രിലിമിനറി പരീക്ഷ പാസ്സാകണ്ടേ? അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ പരീക്ഷ എഴുതുന്നവരാണെങ്കിൽ സിലബസ് ബാക്കിയുള്ളവർക്കെല്ലാം സിലബസ് അറിയാം. ആദ്യമായിട്ട് കാണുന്നവർക്ക് വേണ്ടി പരിചയപ്പെടുത്തുകയാണ്. നോക്കൂ ഉദ്യോഗാർത്ഥികളെ, 100 മാർക്കിന്റെ കോമൺ ഡിഗ്രി പ്രിലിമിനറി പരീക്ഷയാണ് നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിനും ഉള്ളത്. മനസ്സിലാവുന്നുണ്ടോ? മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നോക്കിയാൽ നമുക്കറിയാം. ചരിത്രം 10 മാർക്ക്, ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ വേൾഡ് ഹിസ്റ്ററി, ഇന്ത്യൻ ഹിസ്റ്ററി, കേരള ഹിസ്റ്ററി എല്ലാം കൂടി 10 മാർക്കിനാണ് നിങ്ങളുടെ സിലബസ്. 10 മാർക്ക് കണ്ടോ? അടുത്ത പ്രധാനപ്പെട്ട ഒന്നാണ് ഏതാണ്? ജിയോഗ്രഫിയാണ്, അല്ലെ? ഭൂമിശാസ്ത്രമാണ്. 5 മാർക്ക്. ഇവിടെയും വേൾഡ് ജിയോഗ്രഫി, ഇന്ത്യൻ ജിയോഗ്രഫി ആൻഡ് കേരള ജിയോഗ്രഫി 5 മാർക്ക്. അടുത്ത പ്രധാനപ്പെട്ട ഒന്നാണ് ഇക്കണോമിക്സ് ആണ്, സാമ്പത്തിക ശാസ്ത്രം. അതും ഈ പറയപ്പെട്ട വേൾഡ് എക്കണോമിക്സ് ഒന്നുമില്ല. അത് ഇന്ത്യ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്, അതായത് സ്വതന്ത്ര ഇന്ത്യയുടെ സാമ്പത്തിക പുരോഗതി എന്ന ടോപ്പിക്കാണ്. 5 മാർക്ക്. അതുപോലെ സിവിക്സ് അറിയാമല്ലോ. നമ്മൾ ഡിഗ്രി നോൺ ഗ്രാജുവേറ്റ് ലെവൽ പരീക്ഷയ്ക്ക് കേരളം, ഭരണവും ഭരണ സംവിധാനവും എന്ന് പഠിച്ച ടോപ്പിക്ക് തന്നെ സിവിക്സ്, പൊതുഭരണം, ബ്യൂറോക്രസി, ഇന്ത്യൻ സിവിൽ സർവീസ്, ഡിസാസ്റ്റർ മാനേജ്മെന്റ്, വെറ്റ്ലാൻഡ് മാനേജ്മെന്റ്, ലാൻഡ് റിഫോം തുടങ്ങിയ ടോപ്പിക്ക് 5 മാർക്കാണ്. അതുപോലെ ഇന്ത്യൻ ഭരണഘടന ശ്രദ്ധിക്കുക, 5 മാർക്കാണ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ വളരെ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു സിലബസ് ആണ്. നിങ്ങൾക്ക് സ്ഥിരമായിട്ട് അറിയാവുന്ന കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി, പ്രിയാമ്പിൾ, ഫണ്ടമെന്റൽ റൈറ്റ്സ്, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്, DPSP, മേജർ അമെൻമെന്റ്സ് തുടങ്ങിയ കാര്യങ്ങളാണ് ആ ഭാഗത്ത്. അതുപോലെയാണ് ആർട്സ്, ലിറ്ററേച്ചർ, കൾച്ചർ, സ്പോർട്സ്. അതും കൃത്യമായിട്ട് 10 മാർക്കിന്റെ ടോപ്പിക്കാണ്. ഓർക്കുക, 10 മാർക്ക്. അതുപോലെയാണ് ബേസിക് ഓഫ് കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട അടിസ്ഥാന വിവരങ്ങൾ 5 മാർക്ക്. സയൻസ് ആൻഡ് ടെക്നോളജി അത് 5 മാർക്കാണ്. അതുപോലെ സിമ്പിൾ അരിത്തമെറ്റിക്, മെന്റൽ എബിലിറ്റി ആൻഡ് റീസണിങ് 20 മാർക്കിന്റെ ടോപ്പിക്കാണ്. സിമ്പിൾ അരിത്തമെറ്റിക്, മെന്റൽ, അതായത് കണക്ക്, അതായത് സിമ്പിൾ അരിത്തമെറ്റിക്കും അതുപോലെ മെന്റൽ എബിലിറ്റിയും കൂടെ എത്ര മാർക്കാണെന്ന് ഓർക്കുക? 20 മാർക്കാണ്. അതുപോലെ ജനറൽ ഇംഗ്ലീഷ്, അതും 2 പാർട്ടാണെന്ന് പറയാതെ അറിയാമല്ലോ. ഏതൊക്കെയാ? വൊക്കാബുലറിയും അതുപോലെ ഗ്രാമറും രണ്ടും കൂടി ചേർത്ത് 20 മാർക്കാണ്. പിന്നീട് മലയാളം 10 മാർക്ക്. ഇങ്ങനെയാണ് ഡിഗ്രി ലെവലിന്റെ 100 മാർക്കിന്റെ സിലബസ്. വ്യക്തമായിട്ട് ഈ സിലബസ് മാത്രം നിങ്ങളുടെ മനസ്സിൽ മതി. യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ആകാൻ മാത്രമല്ല, കമ്പനി ബോർഡ് അസിസ്റ്റന്റ് മുതലായ ഡിഗ്രി ലെവലിന്റെ, സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റ് അടക്കമുള്ള ഡിഗ്രി ലെവലിന്റെ ഏതൊരു പരീക്ഷയും, KAS ഒഴികെ ബാക്കിയുള്ള എല്ലാ ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്കും നിങ്ങൾ ഈ സിലബസ് മാത്രം പഠിച്ചാൽ പ്രിലിമിനറി പാസ്സാകും. അതുകൊണ്ട് ഈ സിലബസ് ആദ്യം ഒന്ന് മനസ്സിലാക്കുക. സിലബസ് മനസ്സിലാക്കുമ്പോൾ ഏതെല്ലാം ടോപ്പിക് എത്ര മാർക്കിനാണെന്ന് അറിഞ്ഞിരിക്കണ്ടേ? നോക്കുക, ഏറ്റവും കൂടുതൽ മാർക്കുള്ളത് 2 വിഷയങ്ങൾ. ഏതൊക്കെയാ? ഇംഗ്ലീഷും അതുപോലെ കണക്കും. എത്ര മാർക്ക്? 20 മാർക്ക് വീതം. അപ്പം തന്നെ 100 മാർക്കിന്റെ പരീക്ഷയുടെ 40 മാർക്കും 2 വിഷയങ്ങളിൽ നിന്ന് മാത്രമാണ്. അറിയാമല്ലോ, കണക്കും അതുപോലെ ഇംഗ്ലീഷുമാണ്.
പിന്നെ നോക്കുമ്പോൾ 10 മാർക്കിന്റെ ടോപ്പിക്ക് 3 എണ്ണം ഉണ്ട്. ഒന്ന് മലയാളം, മലയാളത്തിന് 10ൽ 10 നമുക്ക് അടിക്കാൻ പറ്റും, 10 മാർക്ക്. അതുപോലെ 10 മാർക്കാണ് ആർട്സ്, ലിറ്ററേച്ചർ, കൾച്ചർ, സ്പോർട്സ് 10 മാർക്ക്. അതുപോലെയാണ് ചരിത്രം 10 മാർക്ക്. ഇത്രയും ടോപ്പിക്ക് 10 മാർക്കിന്റെ. ബാക്കി വരുന്നതെല്ലാം 5 മാർക്കിന്റെ ടോപ്പിക്കാണ്. മനസ്സിലാവുന്നത്? അപ്പോൾ ഞാൻ പറഞ്ഞത് 5 മാർക്കിന്റെ ടോപ്പിക്കിന് പ്രാധാന്യമില്ലെന്നല്ല, ഒരു പരന്ന പുഴ പോലെയാണ് നാം ഒഴുകേണ്ടത്. ഏതെങ്കിലും ഒരു ടോപ്പിക് നമുക്ക് ഫേവറേറ്റ് ആയ ഒരു വിഷയം ഉണ്ടായിരിക്കും ഇതിനകത്ത്, അത് മാത്രം ഫോക്കസ് ചെയ്യുന്നു. അല്ലെ കണക്ക് മാത്രമേ പഠിക്കുന്നുള്ളൂ. കണക്ക് മാത്രം പഠിച്ചാൽ പരമാവധി 20 മാർക്കേ സ്കോർ ചെയ്യാൻ പറ്റൂ. അബദ്ധവശാൽ ഏതെങ്കിലും ഡിലീഷനൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ അതിന് മാർക്ക് കുറഞ്ഞു പോകും. അതുകൊണ്ട് നിങ്ങൾ എല്ലാ ടോപ്പിക്കും ഞാൻ പറഞ്ഞില്ലേ, ഒരു പരന്ന പുഴ പോലെ ഒഴുകി പഠിക്കണം. അത് കഴിയുമ്പോൾ സിലബസിനെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായല്ലോ, പരിചയപ്പെട്ടല്ലോ. അതുപോലെ നമ്മുടെ യോഗ്യത പറഞ്ഞു, പ്രായഘടന എല്ലാം തന്നെ പറഞ്ഞു. ഇനി നിങ്ങൾ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റായി പ്രിലിമിനറി പരീക്ഷ കഴിഞ്ഞ് മെയിൻ പരീക്ഷയും എഴുതി നിങ്ങൾ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റായി കഴിഞ്ഞാൽ നിങ്ങളുടെ ജോലിയുടെ സ്വഭാവം എന്താണ്? നിങ്ങൾ എന്താണ് ജോലി? നിങ്ങൾക്ക് കഠിനമായ ജോലികളൊന്നും തന്നെ ഇല്ല. നിങ്ങൾക്ക് ക്ലറിക്കൽ അഡ്മിനിസ്ട്രേറ്റീവ് ജോലികളാണ് പ്രധാനമായിട്ടും ഉള്ളത്. അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റികളെ ഭരണപരമായതോ ക്ലറിക്കലോ ആയിട്ടുള്ള ജോലികൾ മാത്രമാണുള്ളത്. എടുത്തു പറഞ്ഞാൽ ഫയൽ മാനേജ്മെന്റ് നിങ്ങളുടെ ഒരു ജോലിയായിട്ട് വരും. അതുപോലെ ഡേറ്റ എൻട്രി, രേഖകൾ സൂക്ഷിക്കൽ, അല്ലെ, ഔദ്യോഗിക കത്തിടപാടുകൾ, അതുപോലെ തന്നെ ബാക്കിയുള്ള ഉദ്യോഗസ്ഥരും സർവകലാശാലയിലെ നിയമനങ്ങൾ, സർക്കുലറുകൾ, നടപടിക്രമങ്ങൾ മുതലായവ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. വിദ്യാർത്ഥികൾ, അധ്യാപകർ, മറ്റ് പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർ എന്നിവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്ത് ചെയ്യുക? ഏകോപിപ്പിക്കുക തുടങ്ങിയ ചുമതലകളെല്ലാമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇതിനകത്ത് ഏതെങ്കിലും ഭീകരമായിട്ടുള്ള ഒരു തൊഴിലായിട്ട് തോന്നുന്നുണ്ടോ? ഒരിക്കലുമില്ല. അപ്പൊ അതുകൊണ്ട് നല്ല ഒരു പിന്നീട് ജോലിയാണ്, നമുക്ക് അധികം സ്ട്രെയിൻ ഇല്ലാത്ത ഒരു ജോലി തന്നെയാണ് എന്ന് ഓർത്തിരിക്കുക. ഇനി ഇപ്പൊ ഒരു കാര്യം മിസ്സാണല്ലോ. എന്താണ്? ഏത് പരീക്ഷയ്ക്ക് തയ്യാറാകുമ്പോഴും നമ്മുടെ മനസ്സിലേക്ക് വരുന്നൊരു കാര്യമാണ്, എത്രയാണ് സാലറി? ഇതൊരു ചോദ്യമാണ് അല്ലേ. സാലറി ഉണ്ടോ? പിന്നെ ഇല്ലേ. എത്രയാണ് സാലറി? ഏകദേശം 39,300 രൂപ മുതൽ സീനിയോറിറ്റി അടിസ്ഥാനമാക്കി 83,000 വരെ. ഏറ്റവും പുതിയ ശമ്പള പരിഷ്കരണം ഇപ്പോൾ കേരള സർക്കാർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അപ്പോൾ വീണ്ടും കൂടാനാണ് സാധ്യത. ഓർത്തിരിക്കുക, വളരെ ഉയർന്ന ഒരു ശമ്പള സ്കെയിലാണ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പദവിക്കുള്ളത്. സാലറി നമ്മൾ പറഞ്ഞു ഏകദേശം 39,300 രൂപ മുതൽ ഏതാണ്ട് 83,000 വരെ പ്രതീക്ഷിക്കാം. മനസ്സിലാവുന്നുണ്ടോ? മറ്റ് അലവൻസുകൾ നമുക്കറിയാം, HR, അതുപോലെ DA, അതുപോലെ തന്നെ മെഡിക്കൽ അലവൻസ് തുടങ്ങിയവയും ഈ തസ്തിക ഉണ്ടായിരിക്കും. സ്ഥിരമായ സർക്കാർ ജോലിയും മികച്ച കരിയറും ഉറപ്പു നൽകുന്ന ഒരു ജോലി തന്നെയാണ് എന്നറിയപ്പെടുന്നത് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്. ധൈര്യമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. അപ്പൊ ഇനി അടുത്തൊരു ചോദ്യം. അപ്പൊ യോഗ്യത മനസ്സിലായി, പരീക്ഷ ഏതാണ്ട് എന്ന് നടക്കുമെന്ന് നിങ്ങൾക്കറിയാം, സിലബസ് നല്ല പച്ചവെള്ളം പോലെ മനസ്സിലായി, ശമ്പള സ്കെയിലും മനസ്സിലായി. ഇനി അടുത്ത ചോദ്യം പലരുടെയും, ഇതിന് പിന്നെന്താ പറയാ, ഇതിനൊരു ഒരു പ്രൊമോഷൻ സാധ്യത എന്താണ്? പലരും ചോദ്യം, പ്രൊമോഷൻ ഉണ്ടോ? വെറുതെയെങ്കിലും ചോദിക്കും, പ്രൊമോഷൻ ഉണ്ടോ? പിന്നെ ഇല്ലേ, മികച്ച പെർഫോമൻസിനെയും സീനിയോറിറ്റിയെയും ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റുകളുടെ അടിസ്ഥാനത്തിൽ തന്നെ പ്രൊമോഷൻ ഉണ്ട് തീർച്ചയായിട്ടും. അപ്പൊ എന്താണ് പ്രൊമോഷന്റെ കരിയറിന്റെ വളർച്ച എങ്ങനെയാണ് നോക്കുക? അനുഭവപരിചയം, ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റ്, വകുപ്പ് തല പരീക്ഷകൾ എന്നിവയിലൂടെ സ്ഥാനക്കയറ്റം നേടാം. ഏതൊക്കെയാ കിട്ടാവുന്ന സ്ഥാനക്കയറ്റം നോക്കുക? സീനിയർ അസിസ്റ്റന്റ് മുതൽ, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിൽ നിന്ന് സീനിയർ അസിസ്റ്റന്റ്, സെഷൻ ഓഫീസർ, പിന്നെ അസിസ്റ്റന്റ് രജിസ്ട്രാർ എന്നിങ്ങനെ ഉയർന്ന തസ്തികകളിലേക്ക്. അസിസ്റ്റന്റ് രജിസ്ട്രാർ, യൂണിവേഴ്സിറ്റി രജിസ്ട്രാർ എന്ന് പറഞ്ഞാൽ വളരെ വലിയ ഗസറ്റഡ് പോസ്റ്റാണ്. അവിടം വരെ എത്താൻ കഴിയുന്ന ഒരു പരീക്ഷയാണ് എന്നറിയപ്പെടുന്നത് യൂണിവേഴ്സിറ്റി. അപ്പൊ ഉദ്യോഗാർത്ഥികളെ ഇനി അമാന്തിക്കേണ്ടതില്ല, അല്ലെ? നിങ്ങളുടെ തീരുമാനം നിങ്ങളുടേത് മാത്രമാണ്. നിങ്ങൾക്കിപ്പോൾ വളരെ ഏറ്റവും മുൻപ് തന്നെ ഈ ഒരു പരീക്ഷയുടെ വിവരങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞ് നിങ്ങൾക്ക് അറിയാം ഒരു ഡിഗ്രി ലെവൽ പരീക്ഷ. ഇനി അതിനുവേണ്ടി ഒരുങ്ങേണ്ട ഒറ്റ ചുമതല മാത്രം നിങ്ങൾക്കുള്ളൂ. പ്രിലിമിനറി പരീക്ഷ പാസ്സായി മെയിൻ പരീക്ഷയിൽ നിങ്ങൾക്ക് പാസ്സാകാൻ കഴിയും ഉറപ്പായും. 2026 തന്നെ ഒരു ലിസ്റ്റിൽ ഇടം നേടാൻ നിങ്ങൾക്ക് കഴിയും, ജോലി ഉറപ്പിക്കാൻ കഴിയും എന്നുള്ളത് കൊണ്ട് പൊരിഞ്ഞ പോരാട്ടം നടത്തുക. ഞാൻ ഒന്നുകൂടി പറയുന്നു, കോമ്പറ്റീറ്റീവ് ക്രാക്കറിന്റെ ഡിഗ്രി ലെവൽ പ്രിലിമിനറി പരീക്ഷ അടിസ്ഥാനമാക്കിയ ഒരു സ്പെഷ്യൽ ബാച്ച് ആരംഭിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ബാച്ചിൽ ജോയിൻ ചെയ്യാം. ഇതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ തിരക്കാം. ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തുകൊണ്ടോ താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ടോ നമുക്ക് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാം. അപ്പോൾ ഉദ്യോഗാർത്ഥികളെ, നമുക്കിനി എല്ലാവർക്കും കോമ്പറ്റീറ്റീവ് ക്രാക്കറിന്റെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് സ്പെഷ്യൽ ബാച്ചിൽ വീണ്ടും കാണാം. അപ്പോൾ മറക്കരുത്, എല്ലാവരും ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും
മറക്കരുത്. മറ്റൊരു ക്ലാസ്സിൽ മറ്റൊരു ഭാഗവുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഓൾ ഓഫ് യു. ബൈ.